വാഴയില കൊണ്ടുള്ള ഈ പൊതി കാണുമ്പോൾ തന്നെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതെന്താണെന്ന്. അതെ, കരിമീൻ പൊള്ളിച്ചത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം. റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ ഓർഡർ കൊടുത്ത് കഴിക്കുന്ന ഒരു സാധനം. ഇതിങ്ങനെ ചൂടോടെ തുറന്ന് ആ കരിമീൻ്റെ ഫ്ലഷും കുറച്ച് മസാലയൊക്കെ കൂട്ടി പിടിച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ്, ആഹാ, പറഞ്ഞാൽ അറിയില്ല. നമ്മളത് കഴിച്ച് തന്നെ അറിയണം. അപ്പോൾ ഈ വിഭവം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സമയത്തിൻ്റെ മെനക്കേടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം വേറെ ഇല്ല. ഇത് ഇഷ്ടമുള്ളവർക്ക്, മീനിൻ്റെ വിഭവങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ 5 വലിയ കരിമീൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം പുരട്ടി വെക്കുക എന്നുള്ളതാണ്. അത്രയും പുരട്ടി വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അല്പം ഉപ്പ്, ഇത് മൂന്നും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ മീനിൽ പുരട്ടാൻ പാകത്തിന് വേണം കുഴച്ചെടുക്കേണ്ടത്. ഇതാ ഇതുപോലെ കുഴച്ചെടുത്തു. ഇനി നമുക്കിത് ഓരോരോ മീനിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇതാണ് അതിൻ്റെ ഒരു പരുവം. മീനിൻ്റെ അകത്തും അകവശത്തും ഒക്കെ നന്നായിട്ട് ആ വരഞ്ഞതിലൊക്കെ കീറി ഇരിക്കാൻ പാകത്തിന് നന്നായിട്ട് പുരട്ടി വയ്ക്കുക. ഇപ്പം മീൻ എണ്ണം കുറവാണെങ്കിൽ അതനുസരിച്ച് പൊടികൾ കുറച്ചെടുത്താൽ മതി. ഇതുപോലെ ഞാനെല്ലാം പുരട്ടി വെച്ചു. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് മസാലയൊക്കെ ഉള്ളതൊക്കെ അരിഞ്ഞെടുക്കാം. ഒരു 4 ചെറിയ തക്കാളിയാണ്, വലിയ തക്കാളിയാണെങ്കിൽ 2 മതി. ഒരു 6 ചെറിയ സവാള ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ സവാളയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 3 മതി. ഒരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, ഇത്രയും മതി. ഇതെല്ലാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. പിന്നെ 2-3 തണ്ട് കറിവേപ്പില കൂടി വേണം. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ശാലോ ഫ്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ മറിച്ചിടുമ്പോഴേക്ക് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മീനാണത്. അപ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള ചട്ടികളാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു. നമ്മൾ വേറൊരു ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ്. അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഇട്ട് ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാളയിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ടി കിട്ടണം ഇത്. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത്രയും ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ഗരം മസാല ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ടീസ്പൂൺ തന്നെ വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ മസാല ആയതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് തീ കയറ്റി വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ പെട്ടെന്ന് തക്കാളി നന്നായിട്ട് വെന്ത് അവിഞ്ഞ് കിട്ടണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റി. ഗരം മസാല ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ചിക്കൻ മസാല ഇടുന്നതാണ്. ഇഷ്ടമല്ലാത്തവർ ഗരം മസാല തന്നെ ഉപയോഗിക്കുക.
അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പിട്ട് കൊടുക്കുക ഈ സമയത്ത്. നമ്മുടെ മസാല റെഡി. ഇനി വേണ്ടത് ഒരു വാഴയിലയാണ്. അത്യാവശ്യം ഈ വലിപ്പമുള്ള വാഴയില വേണം. വലിയ കരിമീനല്ലേ, കരിമീൻ ഇതിൻ്റെ അകത്ത് വെച്ച് പൊതിയാൻ പാകത്തിന് നീളവും വീതിയൊക്കെ ഉള്ളൊരു വാഴയില ഞാൻ പതുക്കെ ഒന്ന് വാട്ടിയെടുത്താണ്. വാട്ടിയെടുത്തില്ലെങ്കിൽ നമ്മൾ പൊതിയുമ്പോൾ ചിലപ്പോൾ വാഴയില കീറിപ്പോവും. അത് ഒഴിവാക്കാൻ പതുക്കെ ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ മസാല അതിൻ്റെ അകത്ത് വയ്ക്കുക. ഒരു പിടി മസാല എടുത്ത് വെച്ച് പരത്തി അതിലേക്ക് നമ്മുടെ ശാലോ ഫ്രൈ ചെയ്ത് വെച്ച് മീൻ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ച് മസാല കൂടി വയ്ക്കുക. നന്നായിട്ട് പൊതിഞ്ഞ് വയ്ക്കണം മസാല. നന്നായിട്ട് മസാല വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് പൊതിയണം. അപ്പോൾ വാഴനാരോ എന്തെങ്കിലും വെച്ചിട്ട് വേണം കെട്ടാൻ. അപ്പോൾ ഇതാ ഇതുപോലെ വേണം പൊതിയാൻ. എന്നിട്ട് ഇതുപോലെ വാഴനാര് ഉപയോഗിച്ച് കെട്ടിയെടുക്കുക. നമ്മുടെ പൊതി റെഡിയായി. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനിട്ടൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി. എന്നിട്ട് നമ്മൾ ഈ ഓരോ പൊതികളായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അടപ്പ് വെച്ച് മൂടി വെക്കണം. ഒരു 5 മിനിറ്റ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ. തീരെ ചെറിയ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ. വലിയ ഫ്ലെയിമിലും വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും നമ്മുടെ 2 വശം ഇതുപോലെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ ഒരു വശമായി കഴിഞ്ഞിട്ട് പിന്നെ മൂടി മാറ്റിയിട്ട് വേണം രണ്ടാമത്തെ വശം നമുക്ക് ഇതുപോലെ മുരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളത് 2 വശവും അത്യാവശ്യം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതെടുക്കാം. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് ഇതുവരെ ഇത് കഴിച്ചു നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.